വീട്ടിലോ സ്ഥാപനങ്ങളിലോ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന കൺഫ്യൂഷനാണ് ഏത് ടൈപ്പ് സോളാർ പാനലുകളാണ് വെക്കേണ്ടതെന്നുള്ളത്. സൗരോർജ്ജത്തെ വൈദ്യുതിയാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന പാനലുകളാണ് സോളാർ പാനലുകൾ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാനലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോളാർ പാനലുകൾ സൈസ് അടിസ്ഥാനത്തിൽ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും അതിൽ 72 സെല്ലുകൾ ഉള്ളവയും അല്ലെങ്കിൽ 1.6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും അതിൽ 60 സെല്ലുകൾ ഉള്ളവയുമാണ്. വിവിധ തരം സോളാർ സെല്ലുകൾ അടിസ്ഥാനമാക്കി പാനലുകളെ 4 തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ഇന്നത്തെ മാർക്കറ്റിൽ കോമൺ ആയി ഉപയോഗിക്കപ്പെടുന്ന മോണോക്രിസ്റ്റലൈൻ, പോളിക്രിസ്റ്റലൈൻ, പെർക്ക് പാനലുകൾ, കൂടാതെ അത്ര പോപ്പുലർ അല്ലാത്ത തിൻ ഫിലിം പാനലുകൾ. ആദ്യം സെല്ലുകളുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സിലിക്കൺ, ഫോസ്ഫറസ്, ബോറോൺ എന്നിവയിൽ നിന്നാണ് സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിലെ ഫോട്ടോൺ പാനലിൽ വന്ന് പതിക്കുന്ന സമയത്ത് അവ സിലിക്കണിൽ നിന്ന് ഇലക്ട്രോണുകളെ പുറത്തുവിടുന്നു. ഇങ്ങനെയാണ് ഊർജം ഉത്പാദിപ്പിക്കുന്നത്. ഈ ഒരു പ്രക്രിയയെ നമ്മൾ ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. മോണോക്രിസ്റ്റലിൻ സോളാർ പാനലുകൾ, ഇവ സിംഗിൾ ക്രിസ്റ്റലിൻ പാനലുകൾ എന്നും അറിയപ്പെടുന്നു. കാരണം ഓരോ സെല്ലുകളും ഒരൊറ്റ സിലിക്കൺ ക്രിസ്റ്റലിൽ നിന്നും വേഫറുകളായി കട്ട് ചെയ്ത് ഹെക്സഗണൽ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശുദ്ധമായ സിലിക്കൺ ക്രിസ്റ്റലിൽ നിന്ന് നിർമ്മിച്ചതിനാൽ ഇതിന് കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറമാണ് ഉണ്ടാവുക. മോണോക്രിസ്റ്റലൈൻ പാനലുകൾക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൂടാതെ ഇവയ്ക്ക് ഉയർന്ന താപ പ്രതിരോധവുമുണ്ട്. ഇവയുടെ നിർമ്മാണ പ്രക്രിയ ചിലവ് കൂടുതലായതിനാൽ മറ്റ് പാനലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വില കൂടുതലാണ്. കുറഞ്ഞ സ്ഥലപരിമിതിയിൽ സോളാർ സ്ഥാപിക്കാൻ അനുയോജ്യവുമാണ്. മോണോക്രിസ്റ്റലൈൻ സോളാർ പാനലുകൾ ഹാഫ് കട്ട് എന്നൊരു ടൈപ്പും ഉണ്ട്. ഇതിൽ പാനലുകൾ പകുതിയായി വേർതിരിച്ചിട്ടുണ്ടാവും. 2 പകുതിയിലും കൂടെ 144 സെല്ലുകൾ ഉണ്ടാവും. പാനലിന്റെ മുകളിലെ പകുതിയിൽ ഒരു സെറ്റും താഴെയുള്ള പകുതിയിൽ മറ്റൊരു സെറ്റുമായി സെല്ലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഒരു പകുതിയിൽ നിഴലുണ്ടെങ്കിലും മറ്റേ പകുതിയിലെ വൈദ്യുതി ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർഷ്യൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ മൊത്തത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനം കൂടുതലാണ്. അടുത്തതായി പോളിക്രിസ്റ്റലൈൻ സോളാർ പാനൽ. ഒന്നിലധികം സിലിക്കൺ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സെല്ലുകളാണ് പോളിക്രിസ്റ്റലൈൻ. ചതുരാകൃതിയിൽ അച്ചുകളിലേക്ക് ഉരുക്കി ഒഴിക്കുന്ന സിലിക്കൺ തണുത്തു കഴിഞ്ഞ് നേർത്ത വേഫറുകളായി മുറിച്ച് സെല്ലുകൾ ഉണ്ടാക്കുന്നു. ഇവയുടെ സെല്ലുകൾ ചതുരാകൃതിയിലും തിളങ്ങുന്ന നീല നിറത്തിലുമാണ് ഉണ്ടാവുക. ഒന്നിലധികം സിലിക്കൺ ക്രിസ്റ്റലുകൾ ചേരുന്നതിനാൽ പോളിക്രിസ്റ്റലിന് മോണോക്രിസ്റ്റലിനേക്കാൾ കാര്യക്ഷമത കുറവാണ്. കാരണം ഇലക്ട്രോണുകൾക്ക് ചലിക്കാൻ പരിമിതികളുണ്ട്. നിർമ്മാണ പ്രക്രിയ ഈസി ആയതിനാൽ ഇതിന് വില കുറവായിരിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ മോണോക്രിസ്റ്റലൈൻ പാനലിനേക്കാൾ ഏരിയ ആവശ്യമാണ്. ഷേഡുകൾ ഒന്നുമില്ലാത്ത എപ്പോഴും നന്നായി വെയിൽ ലഭിക്കുന്ന വിശാലമായ സ്ഥലത്ത് സോളാർ സ്ഥാപിക്കാൻ ഇവ അനുയോജ്യമാണ്. ഇന്ന് ലഭ്യമായ സോളാർ പാനലുകളിൽ ഏറ്റവും ഉയർന്ന പവർ റേറ്റിംഗ് ഉള്ളത് മോണോക്രിസ്റ്റലിൻ പെർക്ക് ടെക്നോളജി ഉപയോഗിച്ച മോണോപെർക്ക് പാനലുകൾക്കാണ്. പെർക്ക് പാനലുകളിലെ എക്സ്ട്രാ ലെയർ ആഗിരണം ചെയ്യപ്പെടാത്ത സൂര്യപ്രകാശത്തെ പാനലുകളുടെ പിൻഭാഗത്ത് നിന്ന് വീണ്ടും ആഗിരണം ചെയ്യുന്നു. ഇത് പാനലിനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. മറ്റൊരു പുതിയ കാറ്റഗറിയാണ് ബൈഫിഷ്യൻ പാനലുകൾ. ഇതിന് 2 ഭാഗത്തു നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പുറകുവശത്തു നിന്നും റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന സൂര്യപ്രകാശത്തെ ഒരു പരിധിവരെ ആഗിരണം ചെയ്യപ്പെടുന്നതിനാൽ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. കൂടുതൽ ആകർഷകമായ ഡിസൈൻ ആയതിനാൽ സോളാർ റൂഫിങ്ങിന് വേണ്ടിയും കാർ പോർച്ചിങ്ങിന് വേണ്ടിയുമൊക്കെ അനുയോജ്യമാവുന്ന പാനലുകളാണ് ബൈഫിഷ്യൽ പാനലുകൾ. ഇവയ്ക്ക് വിലയും കൂടുതലാണ്. തിൻ ഫിലിം സോളാർ പാനലുകൾ. എമോർഫസ് സിലിക്കൺ പോലെയുള്ള ഫോട്ടോ വോൾട്ടൈക് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഫിലിം സോളാർ പാനലുകൾ നിർമ്മിക്കുന്നത്. തിൻ ഫിലിം സെല്ലുകൾ താരതമ്യേന ഭാരം കുറഞ്ഞതും കൂടുതൽ ഫ്ലെക്സിബിളുമാണ്. അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പവുമാണ്.